നമ്മളിനി കൊച്ചി മാരിയറ്റ് ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ ബിസിനസ് അവാർഡിൽ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് നമ്മോട് വിളിച്ചു പറയുന്നു. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ നിൽക്കുന്നതിന് തൊട്ടു മുമ്പിൽ പെൻബോൾ എന്നൊരു സ്ഥാപനമുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും ബ്ലഡ് ബാഗ് നിർമ്മിച്ച് കയറ്റിവിടുന്ന ഒരു സ്ഥാപനമാണ് ഈ പെൻബോൾ. അപ്പോൾ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വലിയ 10 ബ്ലഡ് ബാഗ് കമ്പനികളെ എടുത്താൽ അതിലൊന്ന് തിരുവനന്തപുരത്തെ വിളപ്പിൽ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഈ സംരംഭമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായ ശ്രീ ബാലഗോപാൽ അന്ന് ഈ പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നത്. ഏതാണ്ടൊരു 7 കൊല്ലം സംസ്ഥാനത്തെ IAS സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ട് അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ടാണ് ഈ തെരുമോ പെൻബോൾ ജപ്പാനീസ് കൊളാബറേഷനോട് തുടങ്ങിയ ഈ സ്ഥാപനം ആരംഭിച്ചത്. അദ്ദേഹം പറയുകയായിരുന്നു, ഈ ഒരു ജൈത്രയാത്രയുടെ കഥ, ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്തു, വലിയൊരു സ്ഥാപനമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കേരളം ഒരു വ്യവസായ സൗഹൃദ സ്ഥലമല്ല എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ തിരുവനന്തപുരത്തെ UTS ഗ്ലോബലും ഇൻഫോസിസും ഒക്കെ നിൽക്കുന്ന നാഷണൽ ഹൈവേയുടെ മുന്നിലൂടെ നിങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിക്കുക. അപ്പോൾ മനസ്സിലാകും കേരളത്തിൽ ബില്യൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. കേരളം മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. ഗോകുലം ഗോപാലേട്ടനെ പോലെ എത്രയോ ആളുകൾ, AV അനൂപിനെ പോലെയൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ എത്രയോ സംരംഭങ്ങൾ നടത്തി വിജയിക്കുന്നു. അപ്പോൾ കേരളം നമുക്കങ്ങനെ ധാരണ വേണ്ട. അപ്പം നമ്മൾ ജനിച്ചു വളർന്ന ഈ മണ്ണ്, ഈ ഇത്രയും പച്ചപ്പുള്ള ഈ മണ്ണ്, നമ്മളെ താലോലിക്കുകയും താരാട്ട് പാടുകയും ഒക്കെ ചെയ്ത ഈ മണ്ണിൽ ഒരുപാട് വളരാൻ നമുക്ക് കഴിയും, ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന് തെളിയിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് ഇന്ന് ഈ സായനത്തിൽ നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ ഈ സംരംഭകരെ, ഈ അവാർഡ് ജേതാക്കളെ മുഴുവൻ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദനം അറിയിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ തന്നെ ഫ്ലവേഴ്സിൻ്റെ ചെയർമാനായ ഗോകുലം ഗോപാലേട്ടനൊക്കെ യഥാർത്ഥത്തിൽ ഇതിലും വലിയ വിമർശനങ്ങളൊക്കെ കേരളത്തിൽ ഉയർന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ മുഴുവൻ സമരമാണ്, അടിച്ചുമുടക്കും, ഇവിടെ സ്ഥാപനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാലത്താണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കി ആൾക്കാരുടെ മുമ്പിൽ തെളിയിച്ച് നിൽക്കുന്നത്. ഏറ്റവും അവസാനം ഫ്ലവേഴ്സും 24 ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വിജയ കിരീടത്തിൽ തൂവാനുള്ള തൂവലുകൾ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്കെപ്പോഴും അദ്ദേഹം എന്ന് വെച്ചൊരു വഴികാട്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമ്മുടെ മന്ത്രി P. രാജീവാണ് ഈ ചടങ്ങിലെ മുഖ്യ അതിഥി. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇപ്പോൾ എനിക്കൊരു സന്ദേശം അയച്ചത് അദ്ദേഹം ഓൺ ദ വേയിലാണ്. അത് എറണാകുളത്തെ ട്രാഫിക് കൺജഷനൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ അടുത്തായി എന്നാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ സമയം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പരിപാടി ഔപചാരികമായിട്ട് അങ്ങ് തുടങ്ങാൻ തീരുമാനിച്ചതാണ്. കാരണം അല്ലെങ്കിൽ ഒരുപാട് വൈകി ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും. മന്ത്രി P. രാജീവും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എറണാകുളം അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. VD സതീശൻ്റെ മണ്ഡലം ഈ അടുത്തുള്ള പറവൂറാണ്. അപ്പോൾ 2 മണ്ഡലത്തിലും ഇവർക്ക് ഒരുപാട് ഫംഗ്ഷൻസ് എപ്പോഴും. കൊച്ചി മാരിയറ്റ് ഹോട്ടലിലാണ് ഇപ്പോൾ 24 ബിസിനസ് അവാർഡ്സ്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുകയാണ്.